Okay, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡയറക്ട്ലി മെഷേർഡ് ബൈ titration with ethylene diamine tetraacetic acid EDTA using Erichrome black tea indicator, ferroin indicator, methyl orange indicator, phenolphthalein indicator. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. EDTA അതിൻ്റെ ഫുൾ ഫോം കൂടെ അറിഞ്ഞിരിക്കണം, ഇഥലീൻ ഡൈഅമീൻ ടെട്രാആസിറ്റിക് ആസിഡ്. അതേപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ അറിയാം നമുക്ക് EBT അല്ലേ. ഇൻഡിക്കേറ്റർ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് എറിക്രോം ബ്ലാക്ക് ടീ. ഇതും ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓർഗാനിസം വിച്ച് എക്സിബിറ്റ് very nearly the characteristics of an ideal pathogenic indicator is Entamoeba histolytica, Escherichia coli, Salmonella typhi, Vibrio cholerae. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, ഇതും സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ്? പാത്തജൻസിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. പാത്തജൻസ് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. നമുക്ക് അതിനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പാടാണ്. അതേപോലെ TDS ടാസ്ക് ആണ്, അതേപോലെ കോസ്റ്റ്ലി ആണ്. അത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അല്ലെ. അപ്പോൾ ഇതിനെ നമ്മൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ വിത്ത് റെസ്പെക്റ്റിലാണ് ഈക്വലായി ബീക്വലായി അല്ലെ. ഈക്വലായി അതേപോലെ ബീക്വലായി ഇൻ ടേംസ് ഓഫ് ഈക്വലായി അല്ലെങ്കിൽ ബീക്വലായി ടേംസിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പാത്തജനിക് ഇൻഡിക്കേറ്റർ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, പാത്തജൻസിനെ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? ഈക്വലായി. ഈക്വലായിന്റെ ഫുൾ ഫോം ആണ് സ്റ്റെറിച്ചിയ കൊലൈ. ഓക്കെ, സ്റ്റെറിച്ചിയ കൊലൈ. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതാണ് നമ്മുടെ ഈക്വലായി. ഓക്കെ, ഈക്വലായി. ഓക്കെ, അപ്പോൾ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Zero hardness of water is achieved by lime soda process, excess lime treatment, ion exchange treatment, excess alum and lime treatment. ഇതും ഓൾറെഡി നോക്കിയതാണ് നമ്മുടെ റിവിഷൻ സീരീസിൽ. ഡെപ്ത് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ നോക്കിയതാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സീറോ ഹാർഡ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നത് അയൺ എക്സ്ചേഞ്ച് ട്രീറ്റ്മെന്റ്. ഓക്കെ, അയൺ എക്സ്ചേഞ്ച് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് സീറോ ഹാർഡ്നെസ് അതിലാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന്റെ മെക്കാനിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ സീരീസിൽ നമ്മൾ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Okay, next question. The result of analysis of a raw water sample are given below. Analysis ആണ് raw water series sample analysis ആണ് തന്നിട്ടുള്ളത് താഴെ. Turbidity 5 mg per liter, pH 7.4, fluorides 2.5 mg per liter, total hardness 300 mg per liter, iron 3 mg per liter, MPN 50 per 100 ml. From the data given above, it can be inferred that water needs removal of. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ഡാറ്റയിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്തൊക്കെ പാരാമീറ്റർ ആണ് നമുക്ക് വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ? ടർബിഡിറ്റി ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ, ഫ്ലൂറോയിഡ്സ് ആൻഡ് ഹാർഡ്നെസ്, അയൺ ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ, ഫ്ലൂറോയിഡ്സ്, ഹാർഡ്നെസ് ആൻഡ് അയൺ ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പാരാമീറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് പാരാമീറ്റർ? ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ആക്സെപ്റ്റബിളും അതേപോലെ പെർമിസിബിൾ ലിമിറ്റ്. ഓക്കെ, ആക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ ടേംസിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യുന്ന പാരാമീറ്ററിൽ നമുക്ക് പെർമിറ്റ് ചെയ്യുന്ന എത്രയാണ് നമുക്ക് പാരാമീറ്റർ, അതിനാണ് നമ്മൾ ആക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് നമുക്ക് ആ ഒരു ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡ്യൂ ടു പാൻഡമിക് അല്ലെങ്കിൽ എപ്പിഡമിക് വരുവാണ്, അപ്പോൾ നമുക്ക് ആ ഒരു ടേംസ് അല്ലെങ്കിൽ മിനിമം ടേംസിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളൊരു പെർമിസിബിൾ ആയിട്ടുള്ള പാരാമീറ്റർ കൊടുക്കും. അതിനാണ് നമ്മൾ പെർമിസിബിൾ പറയുന്നത് അല്ലെങ്കിൽ കോസ് ഫോർ റിജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോസ് ഫോർ റിജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്സെപ്റ്റബിളും അറിഞ്ഞിരിക്കണം, അതേപോലെ നമ്മുടെ പെർമിസിബിൾ ലിമിറ്റും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ടർബിഡിറ്റി എത്രയാണ് ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്? 1 NTU. ടർബിഡിറ്റിയുടെ 1 NTU ആണ്. അതേപോലെ പെർമിസിബിൾ എന്ന് പറയുമ്പോൾ 5 NTU. ഓക്കെ, അതേപോലെ pH എത്രയാണ്? pH എന്ന് പറയുമ്പോൾ നമ്മുടെ 6.5 to 8.5 റേഞ്ചാണ്. നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ടർബിഡിറ്റി 1 അതേപോലെ 5 NTU വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 1 ആക്സെപ്റ്റബിൾ അതേപോലെ പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ 5 NTU. ഒരിക്കലും നമ്മൾ ഇങ്ങനെ പറയാൻ പാടില്ല 1 to 5 NTU എന്ന് പറയാൻ പാടില്ല. ആ ഒരു ഇടയ്ക്കുള്ള ലിമിറ്റ് അല്ല ആക്ച്വലി. നമ്മുടെ പെർമിസിബിൾ എന്ന് പറഞ്ഞാൽ വേറെ പാരാമീറ്റർ ആണ്, അതേപോലെ ആക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ വേറെ പാരാമീറ്റർ, എൻ്റയർലി ഇൻഡിപെൻഡന്റ് പാരാമീറ്റർ ആണ്. അതിന്റെ റേഞ്ച് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. റേഞ്ച് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ആക്സെപ്റ്റബിൾ 1 NTU അതേപോലെ പെർമിസിബിൾ 5 NTU. ഇൻ കേസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് കോസ് ഫോർ റിജക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർമിസിബിൾ പാരാമീറ്റർ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? ടർബിഡിറ്റി 5 mg/L. അപ്പോൾ എന്തായാലും നമുക്ക് ടർബിഡിറ്റി റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലായി അല്ലേ? ടർബിഡിറ്റി നമുക്ക് എന്തായാലും റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതേപോലെ പി എച്ച് എത്രയാണ്? 6.5 to 8.5. ഇത് ഓക്കെയാണ്, അത് റേഞ്ചിൽ തന്നെയാണ്. സോ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? ഫ്ലൂറൈഡ് എത്രയാണ് തന്നിട്ടുള്ളത്? ഫ്ലൂറൈഡിന്റെ ആക്സെപ്റ്റബിളും പെർമിസിബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ആക്സെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ 1, അതേപോലെ നമ്മുടെ പെർമിസിബിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.5 mg/L. ഓക്കെ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. എത്രയാണ് തന്നിട്ടുള്ളത്? 2.5. നമ്മുടെ വാട്ടർ സാമ്പിളിൽ തന്നിട്ടുള്ളത് ഫ്ലൂറൈഡ് കണ്ടന്റ് എത്രയാണ്? 2.5 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? പിന്നെ എന്താണ്? ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഹാർഡ്നെസ്സിന് ജനറൽ പാരാമീറ്റർ നമുക്കറിയാം. എത്രയാണ്? ടോട്ടൽ ഹാർഡ്നെസ്സിന്റെ 200 mg/L ആക്സെപ്റ്റബിൾ, അതേപോലെ പെർമിസിബിൾ ആണെങ്കിൽ 600 mg/L. ഓക്കെ. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 300 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ആക്സെപ്റ്റബിൾ ലിമിറ്റിന്റെ അകത്തല്ല വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് റിമൂവ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അയൺ എത്രയാണ് തന്നിട്ടുള്ളത്? 3 mg/L. ഓക്കെ. അയൺ തന്നിട്ടുള്ളത് 3 mg/L. നമുക്ക് ഓൾറെഡി അറിയാം അയണിന്റെ റിലാക്സേഷൻ ഒന്നുമില്ല, 0.3 ആണ്. 0.3 mg/L ആണ്, റിലാക്സേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതും റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം. പിന്നെന്താണ്? MPN 50/100 ml ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഒരിക്കലും നമുക്ക് പെർമിറ്റഡ് അല്ലാത്ത പാരാമീറ്റർ ആണ് അല്ലേ? നമുക്ക് ഒരിക്കലും പെർമിറ്റബിൾ അല്ല അല്ലേ? നമുക്ക് നില്ല് വേണം അല്ലേ? നമുക്കറിയാം MPN എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നില്ലാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ പാരാമീറ്റർ നമുക്ക് റിമൂവ് ചെയ്യണം? ടർബിഡിറ്റി, ഫ്ലൂറൈഡ്സ്, ടോട്ടൽ ഹാർഡ്നെസ്, അയൺ, അതേപോലെ നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഏതാണ് നമുക്ക് മാച്ച് ആവുന്ന ഓപ്ഷൻ നോക്കണം. ഇതെന്തായാലും അല്ല, ടർബിഡിറ്റി ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ ആണ്. അത് മാത്രമേ റിമൂവ് ആകത്തുള്ളൂ. അപ്പോൾ ഫ്ലൂറൈഡ്സ് ആൻഡ് ഹാർഡ്നെസ് മാത്രം റിമൂവ് ചെയ്താൽ പോരാ. അയൺ ഓക്സൈഡ്, അതേപോലെ ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ, ഇതും എന്തായാലും അല്ല. നമുക്ക് ഓൺലി മാച്ച് ആവുന്ന ഓപ്ഷൻ എന്താണ്? ഫ്ലൂറൈഡ്സ്, ഹാർഡ്നെസ്, അയൺ ഫോളോഡ് ബൈ ഡിസിൻഫെക്ഷൻ. ഇതിന്റെ കൂടെ ടർബിഡിറ്റി കൂടെ വേണം, പക്ഷെ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഡി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടർബിഡിറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ടർബിഡിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആൻസർ ആയനെ. ഓക്കെ. അപ്പം ഓപ്ഷൻ മാച്ച് അല്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏതായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ നാച്ചുറൽ വാട്ടർ ദ ഹാർഡ്നെസ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ CA, MN, CA and FE, NA and K, CA and MG. ഇത് നമുക്ക് ഓൾറെഡി നമ്പർ ഓഫ് ടൈംസ് നമ്മൾ നോക്കിയതാണ്. എന്താണ് ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ? എന്താണ് നമുക്ക് മെയിൻലി ഡ്യൂ ടു എന്ത് കാരണമാണ്? മൾട്ടി വാലന്റ് കാറ്റയൺ കാരണം. ഓക്കെ. മൾട്ടി വാലന്റ് കാറ്റയൺ ആണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. അതേപോലെ മേജർ അയൺസ് ഏതൊക്കെയാണ്? നമുക്ക് ഓൾറെഡി അറിയാം, കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ് മേജർ. നമുക്ക് മൾട്ടി വാലന്റ് കാറ്റയൺ ഏതൊക്കെയാണ്? നമ്മുടെ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അതേപോലെ ഇവിടെ എന്താണ്? അയണും മാഗ്നീഷ്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഹാർഡ്നെസ് കോസ് ചെയ്യും, പക്ഷെ ഇത് മെജോറിറ്റി പാരാമീറ്ററിൽ വരത്തില്ല. മേജർ പാരാമീറ്റർ എന്താണ്? കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ് നമുക്ക് മെജോറിറ്റി ആയിട്ട് നമുക്ക് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. സോ ആൻസർ നമ്മൾ ഏതിനായിരിക്കും ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്? ഓപ്ഷൻ നമ്പർ ഡി, കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ. പക്ഷേ എയും അതേപോലെ ബിയും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരും, ബിക്കോസ് FE ആൻഡ് MN രണ്ടും ഹാർഡ്നെസ് കോസ് ചെയ്യും. പക്ഷേ മെജോറിറ്റി നമ്മുടെ ബേസിസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം മാത്രമേ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരത്തുള്ളൂ. ഓക്കെ. അതേപോലെ ഇൻ കേസ് എക്സാംസിൽ ചോദിക്കുന്നത് ഇതിൽ ഏതാണ് ഹാർഡ്നെസ് കോസ് ചെയ്യാത്തത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ സോഡിയം ആൻഡ് പൊട്ടാസ്യം വന്നേനെ. ഇത് രണ്ടും ഹാർഡ്നെസ് കോസ് ചെയ്യത്തില്ല. ഓക്കെ. ഇത് രണ്ടും ഹാർഡ്നെസ് കോസ് ചെയ്യത്തില്ല. സോ അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ സോഡിയം ആൻഡ് പൊട്ടാസ്യം വന്നേനെ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.